75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ കടൽ തീരത്തുള്ള മണൽത്തരി പോലെ സന്തതികൾ ഉണ്ടാകും. 75-ാമത്തെ വയസ്സില് ഇന്ത്യയില് 68 വയസ്സുള്ള ഒരു വല്യമ്മ പ്രസവിച്ച ആ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പഞ്ചാബില്. ഞാൻ അവിടെ മീറ്റിംഗ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വല്യമ്മ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയും കൂടെ വിളിക്കാൻ പറഞ്ഞു. ആ അമ്മാമ്മ പറഞ്ഞത് ഞാൻ തന്നെയാണ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ഞാൻ വിശ്വസിച്ച് നടന്നു. ദൈവത്തിന് കഴിയുമെന്നേ. ഹല്ലേലൂയ. ശരീരത്തിന്റെ ലിമിറ്റ് നോക്കിയല്ല ദൈവം ചെയ്യാൻ പോകുന്നേ, നിന്റെ ഏജ് നോക്കിയിട്ടല്ല ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നേ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു 430 വർഷമായപ്പോൾ ഹല്ലേലൂയ 40 ലക്ഷം പേരായി. 1-2 ലക്ഷമല്ല, 40 ലക്ഷം. 40 ലക്ഷം പേരെ ചെങ്കടലിൽ കടന്ന് കനാദേശത്തേക്ക് മോശ നടത്തി. ചരിത്രം പറയുന്ന വേറൊരു കണക്കും കൂടെയുണ്ട്. യേശു കർത്താവ് കാൽവരിയിൽ മരിച്ചതിന് ശേഷം 2020 വരെ 40 ലക്ഷം പേർ രക്തസാക്ഷിയായിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. ദൈവം ഒരിക്കലും ഹല്ലേലൂയ തമാശ പറയത്തില്ല. ദൈവം ഒരിക്കലും നേരം പോക്കിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കളയത്തില്ല. ദൈവം പറഞ്ഞത് ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുമെന്നുള്ള ഹല്ലേലൂയ തെളിവ് ഇതിനകത്തുണ്ട്.